പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി പുറത്ത് അയന്ന് ഉണങ്ങിയ തുണിയൊക്കെ ദേഷ്യത്തോടെ എടുക്കുന്നതിനിടയ്ക്കാണ് പുറത്ത് റോഡിൽ ആരോ വന്ന് ഹോണടി കേൾക്കുന്നത്. നന്ദിനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാറിൽ നിന്നിറങ്ങിയ സുന്ദരിയായ ഒരു യുവതി വിനായകേട്ടൻ്റെ വീടാണോ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുതന്നെയാണെന്ന് നന്ദിനി പറയുമ്പോൾ ഒരു ഡീലുണ്ടായിരുന്നു. വിനായകേട്ടനെ ഒന്ന് വിളിക്കുമെന്ന് ചോദിക്കുന്നത് കേട്ട് നന്ദിനി വിനായകനെ വിളിക്കും. വിനായകൻ പറഞ്ഞിട്ട് റെൻറ്റിന് വീടെടുക്കാൻ വന്നവരായിരുന്നു അവർ. വിനായകനെ കണ്ട അവൾ ഹലോ എന്ന് പറഞ്ഞ് കൈനീട്ടുമ്പോഴേക്കും വിനായകൻ നന്ദിനിയെ നോക്കിക്കൊണ്ട് അവളുടെ നേരെ കൈകൂപ്പി നമസ്കാരം പറയുന്നുണ്ട്. അവൾ വിനായകനെ വിനായകേട്ടാന്ന് വിളിക്കുന്നത് നന്ദിനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്നിട്ട് അവൻ തൊട്ടപ്പുറത്ത് തന്നെയുള്ള വാടക വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട്. വണ്ടിയുടെ ശബ്ദം കേട്ട് കമലാമ്മയും വേദയും അങ്ങോട്ട് വരിക. നന്ദിനി അയൽവക്കത്ത് താമസിക്കാൻ വന്നവരാന്ന് പറയുന്നുണ്ട്. വിക്രം പോവാനായി അങ്ങോട്ട് ഇറങ്ങി ബൈക്കിൽ കയറുമ്പോൾ അമ്മ നീ രാവിലെ തന്നെ ഊരുതണ്ടാൻ ഇറങ്ങിയോന്ന് ചോദിക്കുമ്പോഴാണ് വിനായകൻ്റെ കോൾ വിക്രത്തിന് വരുന്നത്. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് വിനായകൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് അവരുടെ സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ സഹായിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. കമലാമ്മയും കൂടി നിർബന്ധിക്കുമ്പോൾ വിക്രം ബൈക്കിൽ നിന്ന് ഇറങ്ങി ലോഡിറക്കാനായി പോകുന്നുണ്ട്. അവിടെ തന്നെ നിൽക്കുന്ന വിനായകനോട് നന്ദിനി അവളങ്ങോട്ട് ഹലോ പറഞ്ഞ് കൈ തന്നപ്പോഴേക്കും നിങ്ങൾ കൈ കൊടുക്കാനായി പോയല്ലോ എന്ന് പറയണ കേട്ട് ഞാൻ കൊടുത്തില്ലല്ലോ, ഞാൻ നമസ്കാരം പറഞ്ഞല്ലേ ഉള്ളൂ എന്ന് വിനായകൻ ചോദിക്കുക. അവളെന്താ വിനായകേട്ടൻ എന്നൊക്കെ വിളിക്കുന്നത്? ഞാൻ മാത്രമല്ല അങ്ങനെ വിളിക്കാറുള്ളൂ. അവൾ ആരാ? ഇനി ഇത് നിങ്ങളുടെ വല്ല ചുറ്റിക്കളിയാണെങ്കിൽ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിനായകനെ അവിടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നന്ദിനി. ലോഡ് ഇറക്കി കഴിഞ്ഞ് പോവാൻ തുടങ്ങുമ്പോൾ എത്രയാ കൂലിന്ന് അവൾ ചോദിക്കുമ്പോൾ അത് വിനായകേട്ടനോട് ചോദിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞ് അവൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനിയൻകുട്ടനൊക്കെ നാട്ടിലെ റോഡ് സൈഡിലെ തോട്ടിൽ അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിക്രമാണാൽ അവിടെ അവരുടെ തിരിപ്പുണ്ട്. അപ്പോഴാണ് രാധ ഓട്ടോയിൽ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് രാധ വിക്രമിനോട് വിക്രമേട്ടാ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുക. ഇത് കേൾക്കുന്ന വിക്രം ആശുപത്രിയിൽ നിന്ന് ഞാൻ നിന്നോട് നുണ പറഞ്ഞതാ, എന്നെ സൗര്യം കെടുത്താ എൻ്റെ പുറകെ വരണ്ട, എൻ്റെ ജീവിതത്തിൽ എന്നും വേദനയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? എന്നോട് നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായെങ്കിൽ അത് അവസാനിപ്പിച്ചേക്ക് എത്രയും പെട്ടെന്ന്. ഇനി എൻ്റെ പെരുമാറ്റം ഇങ്ങനെ ആയിരിക്കില്ല. ഇത് കേൾക്കുന്ന രാധ ഇത് നിങ്ങളിന്ന് നേരിട്ട് കേൾക്കാനാണ് ഞാനിപ്പോൾ വന്നത്. പക്ഷേ നിങ്ങളെ അവളെ സ്വസ്ഥമായി ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട, ഞാനതിന് സമ്മതിക്കില്ല എന്ന് രാധ പറയുമ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യേ, ഇതിന് നിങ്ങൾ അനുഭവിക്കും, നോക്കിക്കോ. ശരി ഞാൻ അനുഭവിച്ചോളാം എന്ന് വിക്രം പറയുന്നത് കേട്ട് രാധ കരഞ്ഞോണ്ട് പോവുക. ഇത് കേൾക്കുന്ന അനിയൻകുട്ടൻ അവൾ വെറുതെ ഇരിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല. അവൾ ചിലപ്പോൾ പീഡനെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് നീ അകത്ത് കിടക്കും. അങ്ങനെയല്ലെന്ന് തെളിയിക്കേണ്ടത് നീയാ. നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളതല്ലേ, അതൊക്കെ അവൾ തെളിയിച്ചാലോ എന്ന് അവർ ചോദിക്കുമ്പോൾ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ജീവിതത്തിൽ ഇന്നുവരെ അവളെന്നല്ല ഒരു സ്ത്രീയോടും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് വിക്രം പറയുമ്പോൾ എന്നിട്ടും പെൺശാപം നിനക്ക് ചുറ്റും കറങ്ങുന്നുണ്ടല്ലോ. പെറ്റു വീണ അന്ന് മുതൽ നിന്നെ പ്രേമിക്കുന്ന രാധ നിന്നെ ഉറപ്പായും ശപിക്കും. അമ്പലത്തിൽ നിന്ന് ബലമായി താലി കെട്ടിയ വേദയും ശപിക്കും. പെൺശാപം കൊണ്ടേ പോവൂ, അങ്ങനെയാ പഴമക്കാർ പറയാ. ഈ രണ്ട് പെണ്ണുങ്ങളും കാരണം നീ കുടുങ്ങും, അത്ര തന്നെ എന്നവർ പറയുന്നത് കേട്ട് വിക്രം എന്തോ ആലോചിച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യം വിക്രം ശ്രീനിവാസൻ സാറോട് പറഞ്ഞതാണ്. അപ്പോൾ ശ്രീനിസാർ ചോദിക്കുന്നുണ്ട്, എന്ന് മുതലാ നീ ഈ പെൺശാപത്തിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയത്? നീയും അന്ധവിശ്വാസിയായോ എന്ന് ചോദിക്കുമ്പോൾ അവളെ കെട്ടി വീട്ടിലേക്ക് വന്നതിന് ശേഷം സ്വസ്ഥത ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഒരു കാർ അങ്ങോട്ട് വരുന്നത്. ഇതിനുള്ള ഉത്തരം പറയാനുള്ള ആള് ദേ വരുന്നു എന്ന് ശ്രീനിസാർ പറയണ കേട്ട് സുധാമ വന്നോ എന്ന് വിക്രം ചോദിക്കുക. അവരടുത്തേക്ക് വരുമ്പോൾ മേഡം എപ്പോഴാ വന്നതെന്ന് വിക്രം ചോദിക്കണ കേട്ട് മേഡം എന്നൊന്നും വിളിക്കണ്ട, ചേച്ചിന്ന് വിളിച്ചോ, സാറിനുള്ള ബഹുമാനം സാറിന് മാത്രം കൊടുത്താൽ മതി എന്നവർ പറയുമ്പോൾ വിക്രം അവരോട് ചേച്ചി എപ്പോഴാ വന്നേ, മക്കളൊന്നും വന്നില്ലേ എന്ന് ചോദിക്കുന്ന കേട്ട് ഇന്നലെ രാത്രി മക്കളൊന്നും വന്നില്ല, അവർ ഒരാൾ ബാംഗ്ലൂരും ഒരാൾ ഊട്ടിയിൽ തന്നെ, വേണമെങ്കിൽ ഒരാഴ്ച നിന്നിട്ടൊക്കെ പോവായിരുന്നു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ആകെയുള്ളത് തല്ലും കുത്തും രാഷ്ട്രീയവും ഒക്കെ അല്ലേ, അച്ഛനെ പറ്റി അവർക്ക് നല്ല മതിപ്പാ, കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനെന്ന വിചാരം എന്നൊക്കെ അവർ പറയുന്നത് കേട്ട് ശ്രീനിസാർ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ കുടുംബത്തെ ശ്രദ്ധിക്കാൻ ഒരാളെങ്കിലും വേണ്ടെന്ന് ചോദിക്കുക. എന്നിട്ട് തൻ്റെ ഭാര്യയോട് വിക്രത്തിന് എന്തോ ടെൻഷനുണ്ട്, ഇവന് പെൺശാപം ബാധിച്ചോന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ, ഇവനൊരു പെൺകുട്ടിയെ സാഹസികമായി താലി കെട്ടി അവൾ ഇവൻ്റെ കൂടെ വന്ന് വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന്, അതിനുശേഷം സ്വസ്ഥത ഉണ്ടായിട്ടില്ലെന്നാണ് ഇവൻ പറയുന്നത്. അത് കേട്ട് വിശ്വാസിയായ സുധ ജാതകം നോക്കി നടത്തിയതൊന്നുമല്ലല്ലോ, ചില കൂറുകാർ ഒരുമിച്ചാലും സ്വസ്ഥതയുണ്ടാവില്ല, മരണം വരെ ചിലപ്പോൾ സംഭവിക്കും എന്ന് സുധ പറയുന്നത് കേട്ട് ഇപ്പം നീ ഹാപ്പി ആയില്ലേ? പേടിയും ടെൻഷനും അന്ധവിശ്വാസവുമായി വരുന്നവരുടെ മുന്നിൽ ലോജിക്കലായി ഒന്നും വർക്കൗട്ട് ആവില്ല, ഇമാതിരി ഡയലോഗിൽ അവർ വീഴും എന്ന് ശ്രീനിസാർ പറയണമ്പോൾ
ഇതിലൊരു ശാസ്ത്രമുണ്ട് എന്ന് സുധ പറയണ കേട്ട് എന്ത് ശാസ്ത്രം? കൂറ് നോക്കിയാണോ ഇന്ത്യക്ക് പുറത്ത് വിവാഹം ചെയ്യുന്നതെന്ന് ശ്രീനിസാർ ചോദിക്കുക. ഒന്നിച്ച് കുട്ടികളും കുടുംബമൊക്കെയായി ജീവിക്കാന്ന് പറഞ്ഞാൽ അത് വിശ്വാസം കൂടി ചേർന്നതാ. അപ്പോഴേ അതിനൊരു കെട്ടുറപ്പുണ്ടാവൂ എന്ന് സുധ പറയണ കേട്ട് ആയിക്കോട്ടെ, അവൻ്റെ കുടുംബം കെട്ടുറപ്പുള്ളതാക്കാനുള്ള വഴി നീ തന്നെ പറഞ്ഞു കൊടുക്ക്. എനിക്ക് ചില ഫോൺ കോൾ തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവർ പോവാൻ നിൽക്കുമ്പോഴേക്കും എന്നെ പരിഹസിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സംഭവിക്കുമെന്ന് നാരായണൻ സ്വാമി പറഞ്ഞിട്ടുണ്ട്. MLA സ്ഥാനം തെറിക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്നവർ പറയണ കേട്ട് നെയ്യാറ്റിൻകര നാരായണസ്വാമിയുടെ അടുത്ത് ഇവൾക്ക് വലിയ വിശ്വാസമാണ്. നീ നിന്റെ കുടുംബം കെട്ടുറപ്പുള്ളതാക്കാൻ ശ്രമിക്കേ എന്ന് വിക്രത്തോട് പറഞ്ഞിട്ട് ശ്രീനിസാർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേൾക്കുന്ന സുധ അങ്ങേരതും പറഞ്ഞു പോയിട്ട് എന്നെ സ്വാമിയുടെ അടുത്തോട്ട് പറഞ്ഞു വിടും. ശരിയല്ലാത്തത് കൂടി ചേരുമ്പോഴോ ദുർമന്ത്രവാദം ചെയ്യുമ്പോഴോ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളാണ് സംഭവിക്കുക എന്നവർ പറയണ കേട്ട് എനിക്ക് ദുർമന്ത്രവാദത്തിലൊന്നും വിശ്വാസമില്ല എന്ന് വിക്രം പറയാം. പോസിറ്റിവിറ്റിയിലും നെഗറ്റിവിറ്റിയിലും വിശ്വാസമില്ലേ? ചില സമയത്ത് നെഗറ്റീവ് കാര്യങ്ങൾ ബാധിക്കുന്നതായി തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുണ്ടെന്ന് വിക്രം പറയും. എന്നാൽ പിന്നെ വിക്രം തീർച്ചയായും നെയ്യാറ്റിൻകര നാരായണസ്വാമിയെ കാണണം. വിക്രം വിചാരിക്കുന്ന പോലെ സാധാരണ ജ്യോത്സ്യനോ മാന്ത്രികനോ ഒന്നുമല്ല. മനുഷ്യന് ചുറ്റുമുള്ള ഓറയെക്കുറിച്ച് അങ്ങേര് പഠിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത ആളാ. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രമുഖ നടന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാറുണ്ട്. പല പ്രൊഡ്യൂസർമാരും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പുള്ളിയുമായി ചർച്ച ചെയ്തിട്ടേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറുള്ളൂ. സിനിമാക്കാരൊക്കെ വരാറുണ്ടെന്നറിയുമ്പോൾ വിക്രത്തിനും അത്ഭുതം തോന്നുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് എനർജിയുമായി ഒരാൾ വന്നാൽ തന്നെ നമ്മുടെ ജീവിതം തീർന്നു എന്നാ സ്വാമി പറയാറ്. എന്തെങ്കിലും വിഷമം വരുമ്പോഴൊക്കെ ശ്രീനിയേട്ടൻ രഹസ്യമായി എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാറുണ്ട്. സ്വാമി പറയുന്നതൊക്കെ അച്ചട്ടായി നടക്കുകയും ചെയ്യും. പക്ഷേ പുള്ളിക്കാരൻ അതൊന്നും പുറത്ത് കാണിക്കാറില്ല. പാർട്ടിയുടെ പേര് പ്രോഗ്രസീവ് പാർട്ടി എന്നല്ലേ? പുറത്തിറങ്ങിയ ആ പാർട്ടിയുടെ പേര് പോയാലോ എന്നുള്ള പേടിയാ. വിക്രത്തെ അങ്ങോട്ട് പറഞ്ഞേക്കണമെന്ന് മൂപ്പർക്കും തോന്നുന്നുണ്ട്. പക്ഷേ നേരിട്ട് പറയാനൊരു മടി. അതുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി പോയത്. ഒന്നും നോക്കണ്ട, എൻ്റെ കൂടെ വന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാരായണസ്വാമി നോക്കിക്കോളും എന്ന് സുധമ്മ പറയണ കേട്ട് വിക്രം അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ അച്ഛമ്മ പോവാനായി റെഡിയായി വരുന്നതാണ്. വേദയും കമലാമ്മയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം ഇറങ്ങിയ സന്ധ്യയ്ക്ക് തിരിവെക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് എത്താലോ എന്ന് അച്ഛമ്മ പറയാം. മാഷ് വന്നിട്ട് അമ്മയെ വണ്ടി വിളിച്ചു കൊണ്ടാക്കുന്ന കമലാമ്മ പറയുമ്പോൾ എന്തിന്, എനിക്കിഷ്ടം ലൈൻ ബസ്സിൽ പോവാനാ. അതും നല്ല തമിഴ് പാട്ട് വെക്കുന്ന ബസ്സാണെങ്കിലേ കലക്കും. മനുഷ്യന്മാരെ കണ്ടും ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കണ്ടും ഫോട്ടോ എടുത്തും പാട്ട് കേട്ടുമൊക്കെ അങ്ങനെ പോവാൻ നല്ലൊരു വൈബാ എന്നൊക്കെ അച്ചമ്മ പറയണ കേട്ട് എന്നാൽ ഞാനും കൂടി കവല വരെ വരാമെന്ന് വേദ പറയും. അത് നല്ലതാ, മിണ്ടി പറഞ്ഞൊക്കെ പോവാലോ എന്ന് പറഞ്ഞിട്ട് ശ്രീജയും വിശ്വവും വരുമ്പോൾ പറഞ്ഞേക്കണമെന്ന് അച്ചമ്മ കമലാമ്മയോട് പറയാ. നന്ദിനി അപ്പോൾ ഇനി എന്നാ അച്ചമ്മ വരുന്നതെന്ന് ചോദിക്കണ കേട്ട് എന്താ നന്ദിനി, നിനക്കിവിടെ നിന്ന് മാറി നിൽക്കാനാണോ എന്ന് അച്ചമ്മ തിരിച്ചു ചോദിക്കുക. അത് കേൾക്കുന്ന നന്ദിനി ഇതാ എൻ്റെ വിഷമം, അച്ചമ്മയോട് നല്ല കാര്യം ചോദിക്കാനും പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് അച്ചമ്മയും പറയുക. അതൊക്കെ പറഞ്ഞ് അച്ചമ്മ യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്താണ് ഇവിടെ ആരുമില്ലെന്ന് പുറത്തുനിന്ന് വിളി കേൾക്കുന്നത്. നന്ദിനി അങ്ങോട്ട് ചെല്ലുമ്പോൾ അയൽവക്കത്ത് പുതുതായി താമസിക്കാൻ വന്ന ആ പെൺകുട്ടിയായിരുന്നു. മുറ്റത്തെത്തുന്ന നന്ദിനി അവളെ കണ്ട് അല്ല ഇതാരാ, താമസമൊക്കെ എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോഴേക്കും കമലമ്മയും വേദയും അച്ചമ്മയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതാ വീട്ടിൽ പുതുതായി താമസിക്കാൻ വന്ന കുട്ടിയെ അച്ചമ്മയെന്ന് നന്ദിനി പറയാ. പേര് രമ്യ എന്ന് അവൾ പറയുമ്പോഴേക്കും ഞാൻ നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനി ബാക്കിയുള്ളവരെയും രമ്യയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ വേദയെ മാത്രം നന്ദിനി പരിചയപ്പെടുത്താതിരുന്നത് കണ്ട് അച്ചമ്മ ഇത് വേദ, ഇവിടുത്തെ ഇളയവൻ്റെ ഭാര്യയാ എന്ന് പറയണ കേട്ട് അറിയാം, വിക്രം ഇവിടെ സാധനങ്ങൾ ഇറക്കാനായി വന്നിരുന്നു എന്ന് രമ്യ പറയാ. അയൽവക്കത്തുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടാലോ എന്ന് കരുതി വന്നതാന്ന് അവൾ പറയുമ്പോൾ കുട്ടി എന്ത് ചെയ്യാന്ന് അച്ചമ്മ ചോദിക്കുക. ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് രമ്യ പറയാ. എന്നിട്ട് താമസം ആരംഭിച്ചതിൻ്റെ സന്തോഷത്തിനായി അവർക്ക് കുറച്ച് സീറ്റ്സൊക്കെ കൊടുത്തിട്ട് പിന്നീട് വിശദമായി പരിചയപ്പെടാന്ന് പറഞ്ഞ് രമ്യ അവിടെ നിന്ന് പോവുക. അവൾ പോയത് കണ്ട് വേദ അച്ചമ്മയോട് എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അവളുടെ പേരെന്നാ പറഞ്ഞതെന്ന് അച്ചമ്മ വേദയോട് ചോദിക്കുക. രമ്യ എന്ന് വേദ പറയുമ്പോൾ അവൾ അത്ര ശരിയല്ലെന്ന് തോന്നുന്നത് എന്ന് അച്ചമ്മ പറയുമ്പോൾ അവൾ ഒരു പാവം കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് കമലമ്മ പറയുന്നുണ്ട്. എന്നിട്ട് അച്ചമ്മയും വേദയും കൂടി അവരോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ കമലമ്മ അകത്തേക്ക് പോവുക. പിന്നീട് കാണിക്കുന്നത് വിക്രമും സുധാമയും കൂടി നെയ്യാറ്റിൻകര നാരായണസ്വാമിയുടെ അടുത്തിരിക്കുന്നതാണ്. കണ്ണടച്ചിരുന്ന് ഓരോന്ന് ചെയ്യുന്ന അദ്ദേഹത്തെ നോക്കി സുധാമ അത്ഭുതത്തോടെ ഇരിക്കുക.
കണ്ണു തുറന്ന് അവരെ നോക്കുന്ന അയാൾ വിക്രം എന്നല്ലേ പേര് എന്ന് വിക്രത്തോട് ചോദിക്കുക. സ്ത്രീകളാണ് വിക്രത്തിൻ്റെ പ്രശ്നം അല്ലേ എന്നയാൾ ചോദിക്കുമ്പോൾ വിക്രം അമ്പരപ്പോടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.